ഹായ് ഹലോ അസ്സാം വലൈക്കും. നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ മക്രോണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് മക്രോണിയുടെ പാക്കറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് സവാള ഒരു 4 സവാള നമ്മളെടുത്തു. അതിനുശേഷം തക്കാളി, മുട്ട, കിഴങ്ങ് 3 കിഴങ്ങും പിന്നെ ക്യാരറ്റും എടുത്തു. നമുക്ക് തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കാം, ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മളിത് വഴറ്റിയാണ് എടുക്കുന്നത്, കുക്കറിലല്ല ഇത് വെക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിൽ ഇതാക്കിയെടുക്കുക. അതിനുശേഷം കിഴങ്ങിനെ കട്ട് ചെയ്യാം. അത് നമ്മൾ മെഷീനിൽ കയറ്റിയാണ് കട്ട് ചെയ്യുന്നത്. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മെഷീനിൽ കയറ്റി കട്ട് ചെയ്ത്. നമ്മളിവിടെ 2 കവർ മക്രോണി ഉണ്ട്, ഇതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുശേഷം ഇനി നമ്മൾ സവാള ഒന്ന് അരിഞ്ഞെടുക്കാം. കിഴങ്ങ് ഈ ഒരു പരുവത്തിന് അരിഞ്ഞെടുക്കുക. ഇനി എന്ന് വെച്ചാൽ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, ഒരു ശകലം പോലെ വെളുത്തുള്ളി, ഇച്ചിരി ഇഞ്ചിയും, പിന്നെ 2 തക്കാളി, സവാള 4 എടുത്തിട്ടുണ്ട്, പിന്നെ 3 ക്യാരറ്റ്, 3 കിഴങ്ങ്. ഓക്കെ, ആ ഒരു അളവിൽ നല്ല രീതിയിൽ നൈസിന് കട്ട് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ വെറും ചെറിയ പീസാണ് കട്ട് ചെയ്തെടുക്കണം, വഴറ്റി എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഓക്കെ, അതിനുശേഷം നമുക്ക് നമ്മുടെ മക്രോണി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം നമ്മൾ മക്രോണി 2 അവറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്കത് രണ്ടും പൊട്ടിച്ചിടാം. ഈ 2 അവറും പൊട്ടിച്ചിട്ടു. ഇനി ഇതിനകത്തേക്ക് ഇതാണ് നമ്മുടെ മക്രോണി, കണ്ടോ. ഇതിനകത്തേക്ക് സാൾട്ടാണ്, ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പിടുക. ഓക്കെ, എന്നിട്ട് ശകലം വെള്ളം ഉപയോഗിച്ച് ഒരു കപ്പോളം വെള്ളം ഇതാക്കി ഒന്ന് വേവിച്ചെടുക്കാം. സ്റ്റൗവിലോട്ടൊന്ന് കത്തിച്ച് വെക്കാം. നല്ല രീതിയിൽ തിളക്കട്ടെ, എവിടെ ഇരുന്ന് നല്ലോണം ഒന്ന് തിളക്കട്ടെ. അപ്പോൾ അതിന് തിളയ്ക്കുന്നതിന് മുമ്പ് തിളയ്ക്കുമ്പോൾ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ശകലം വെളിച്ചെണ്ണയും കൂടി ഉപയോഗിക്കാം. വെളിച്ചെണ്ണയും കൂടി ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതുവരെ മക്രോണി കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പാസ്ത കഴിച്ചിട്ടുണ്ടോ അതെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, കഴിക്കാത്തവരുണ്ടെങ്കിൽ അടിപൊളിയാണ്, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്തത് വേറൊരു ചട്ടിയിലേക്ക്, അതവിടെ നിന്ന് തിളക്കട്ടെ. അതിനുശേഷം വേറൊരു ചട്ടിയിലേക്ക് ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചി കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് കരണ്ടി വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിന് നമ്മൾ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഓരോന്ന് ഇട്ട് കൊടുക്കുക, എല്ലാം കൂടി ഒരുമിച്ച് തട്ടാതിരിക്കുക. അതിനുശേഷം കിഴങ്ങാണ്, പിന്നെ തക്കാളിയാണ്, ക്യാരറ്റാണ്. ഇത്രയും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ശകലം വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചെടുത്ത് വഴറ്റിയെടുക്കാം. നേരത്തെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നേരത്തെ ഇട്ടിട്ട് നമ്മൾ മക്രോണിക്കകത്താണ് ഇട്ടിരുന്നത്, അതുകൊണ്ട് ശകലം ഉപ്പ് ഇട്ടിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് ഇതിനകത്തും കൂടി ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു പരുവൊക്കെ നോക്കണം. ഉള്ളിക്ക് പെട്ടെന്ന് വഴണ്ടെടുക്കാം. ഓവറായിട്ട് വഴണ്ട് കൊഴിഞ്ഞു പോകരുത്. മീഡിയം സൈസിലൊന്ന് കട്ട് ചെയ്യണം, എന്നാലും വേവേം വേണം. ഞങ്ങൾക്ക് ആ ഒരു പരുവം വരെ ഒന്ന് ഇതാക്കിയെടുക്കുക. ഈ ഒരു പരുവം
ഉള്ളിയുടെയും ഇതിൻ്റെയൊക്കെ ഒരളവ്. പക്ഷേ നമ്മൾ മക്രോണി എന്തായി നോക്കാം. തിളച്ചത് അവിടെ പൊങ്ങുന്നുണ്ട്. പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൈ ജസ്റ്റ് ഒന്ന് ചൂടണം തട്ടി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാൻ തന്നെ നമ്മൾ കിഴങ്ങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടോട്ട് വരുന്നത്. ജസ്റ്റ് ഫ്ലെയിം ഇട്ട് ഒരു 5 മിനിറ്റ് വരെ അടച്ചു വെക്കുക. ശേഷം നമ്മൾ മക്രോണിയുടെ വെള്ളമെല്ലാം പറ്റി ഇനി അത് ഊറ്റിയെടുക്കാമെന്ന്. പക്ഷേ ഈ ഒരു പരുവം വരെ ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ തക്കാളിയാണ് കേട്ടോ ഇടുന്നത്. തക്കാളി ഇടുന്നൊന്നും എടുക്കാൻ പറ്റിയില്ല, 2 വശത്തും കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്, എടുക്കാൻ പറ്റില്ല. അതിനുശേഷം ടർമറിക് പൗഡർ, അതായത് മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. അതൊരു ശകലം പോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് അത് വഴണ്ടിയിട്ട് നല്ലൊരു മഞ്ഞൾ കളർ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം കറി മസാലയാണ് ഇടുന്നത്. കറി മസാല ചിക്കൻ പൊടിയുടെയും മുട്ടയുടെയൊക്കെ ടേസ്റ്റ് ഫ്രണ്ടിൽ നിൽക്കണം കേട്ടോ. മുട്ടയെക്കാട്ടി കൂടുതലും ചിക്കൻ പൊടി വെക്കണം. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ചിക്കൻ പൊടി ചേർക്കാം. ഒരു 10 രൂപയുടെ ചിക്കൻ പൊടി മേടിച്ചിട്ട് അതിൻ്റെ പകുതി ഭാഗം നമ്മളിനകത്തിടുന്നുണ്ട് കേട്ടോ. പിന്നെ വെച്ചാൽ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഇതിലും നന്നായിട്ട് പിടിക്കണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ലോ ഫ്ലെയിമിലിടാം. എന്നിട്ട് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എരി കൂട്ടുന്നവരാണെങ്കിൽ ഇതിൽ കൂടുതലും ഇടാം. അപ്പോൾ ഓവർ എരി വേണ്ടാത്തത് കൊണ്ട് ശകലമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ വെച്ചാൽ ഇനി മുട്ടയാണ് ആവശ്യം. അപ്പോൾ ഞാനിപ്പോൾ 2 കവറ് മക്രോണി എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 മുട്ടയാണ് ആവശ്യം. നമ്മളപ്പോൾ 4 മുട്ട ഇതിനകത്തേക്ക് പൊട്ടിച്ചെടുക്കാം. ഓക്കെ, എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് എടുക്കാം. കണ്ടോ, നന്നായിട്ട് ആ ഒരു മുട്ടയുടെയൊക്കെ ആ ഒരു ഇത് വരുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം മക്രോണി നമ്മളിടാം. അതാണെങ്കിൽ ഒട്ടി പിടിച്ചണക്കി ഇരിക്കുന്നു. ഞാൻ തട്ടാൻ നോക്കിയിട്ട് വന്നിട്ടില്ല. ഞാൻ വെച്ച് ചട്ടുകം കൊണ്ട് നീക്കിയിടാമെന്ന്. ഓക്കെ, നമുക്ക് മക്രോണിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മക്രോണി ഫുള്ളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒന്ന് തട്ടി കരണ്ടി കൊണ്ട് യൂസ് ചെയ്ത് തന്നെ ഒന്ന് നീക്കി ഇടുകയാണ്. ഓക്കെ, നമുക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതെന്ത് ചെയ്യണം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നല്ല രീതിയിലൊന്ന് ഈ അരപ്പും മക്രോണിയായിട്ടൊന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മളിനി ഒന്ന് കഴിച്ചു നോക്കാം. ടാറ്റാ, അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.